കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 25 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിയാത്ത 40,70,000 സ്ത്രീകളുണ്ട്. വിവാഹം കഴിയാത്ത എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവോ? അത് നമുക്കിങ്ങനെ തിരുത്തി പറയാം. വിവാഹം കഴിയാത്ത അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ മനസ്സില്ലാത്ത 40,70,000 സ്ത്രീകൾ. ആ കൂട്ടത്തിൽ മറ്റൊരു കണക്ക് കൂടി കേട്ടോ. ഇതേ കേരളത്തിൽ 25 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിവാഹം കഴിക്കാത്ത 22 ലക്ഷം പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാനത്തെ കല്യാണം കഴിയാത്ത പെൺകുട്ടികളെല്ലാം കൂടി നാളെ നേരം വിളിക്കുമ്പോൾ എന്നാൽ ഇനി കെട്ടിയേക്കാം എന്ന് തീരുമാനിച്ചാൽ 18 ലക്ഷം പുരുഷന്മാരെ അന്യനാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. 2011 ശേഷം പോപ്പുലേഷൻ സെൻസസ് നടക്കാത്ത സംസ്ഥാനത്ത് നിനക്ക് എവിടെ നിന്നടെ ഈ കണക്കെല്ലാം എന്ന് ചോദിച്ചാൽ ഡാറ്റ സുലഭമാണ്. സോഴ്സ് ഡീപ്പ് വെബിലുണ്ട്. അന്വേഷിക്കാൻ മനസ്സും സമയവും മതി. ജനസംഖ്യയിലെ കണക്കെടുപ്പ് മാത്രമല്ലേ നടക്കാണ്ടുള്ളൂ, കുടുംബാരോഗ്യ സർവേകൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, കേരളത്തിൽ ആണിന് കെട്ടാൻ മനസ്സുമുണ്ട്, നേരമുണ്ട്, പെണ്ണിന് കെട്ടാമുട്ടിത്തിരി കുറവാണ്. എന്തുകൊണ്ടാവും? 100,000 കാരണങ്ങളുണ്ട്. അത് മുഴുവൻ പറയാൻ നിന്നാൽ വീഡിയോ മിനിമം 7 മണിക്കൂറെങ്കിലും നീളുമെന്നുള്ളതുകൊണ്ട് തമ്പനയിലിൽ നമ്മൾ കണ്ട വാക്കില്ലേ ഗാമോഫോബിയ, അതിനെക്കുറിച്ച് മാത്രം പറയാം. വിവാഹത്തോടുള്ള ഭയം അല്ലെങ്കിൽ കമ്മിറ്റഡ് ആകാനുള്ള പേടി, അതാണ് ഗാമോഫോബിയ. അത്യാവശ്യം കൊള്ളാവുന്ന ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു ഫോബിയാണ്. ഗാമോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വിവാഹം, ഫോബിയ എന്നാൽ സ്വാഭാവികമായും ഭയം. അപ്പോൾ അത് അവരോട് ചോദിക്കണ്ടേ, എന്താണ് മലയാളി പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇത്ര മടി? ആരെയാണ്, എന്തിനെയാണ് നിങ്ങളിങ്ങനെ പേടിക്കുന്നത്? ഞങ്ങൾ ആണുങ്ങളെയോ? ഞങ്ങൾ പാവങ്ങളല്ലേ? പെണ്ണുങ്ങൾ കണക്ക് കൂട്ടലിൽ മിടുക്കികളായി. അതാണ് പ്രധാന കാരണം. കല്യാണം കഴിക്കൽ വേഴ്സസ് കല്യാണം വേണ്ടെന്ന് വെക്കൽ മാത്തമാറ്റിക്സിൽ അവരുടെ അനാലിസിസ് കേട്ടാൽ നമ്മുടെ കണ്ണ് തള്ളും. അതൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞില്ലേ കല്യാണം പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത 40 ലക്ഷം മലയാളി സ്ത്രീകളെക്കുറിച്ച്. അവരിൽ 65%, അതായത് ഏതാണ്ട് 26 ലക്ഷം സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനമുണ്ട്. അവർ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരോ ചെറുതോ വലുതോ ആയ ബിസിനസ്സുകൾ നടത്തുന്നവരോ ആണ്. ഇനി അവരിൽ തന്നെ 18 ലക്ഷത്തിലേറെ സ്ത്രീകൾക്ക് പ്രതിമാസം 25,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമോ ആദായമോ ഉണ്ട്. ഈ പെണ്ണുങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ദുർച്ചെലവ് കുറവാണ്. പുരുഷന്മാരുടേതുപോലെ ചോർച്ചയുള്ള വരുമാനമല്ല. കൂടെ നടന്നാലും തൊണ്ട വരണ്ടാൽ ഒരു തുള്ളി വെള്ളം പോലും വാങ്ങിത്തരൂല. അവരുടെ കാശ് ദീർഘകാല നിക്ഷേപങ്ങളായി ബാങ്ക് അക്കൗണ്ടുകളിലോ കുറിക്കമ്പനികളിലോ സ്വർണ്ണക്കടകളിലോ ലാൻഡ് ചെയ്യും. റിസർവ് ബാങ്കിൻ്റെയും സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതിയുടെയും കണക്ക് നോക്കിയാൽ കേരളത്തിലെ ബാങ്ക് നിക്ഷേപങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ദേശീയ ശരാശരിയേക്കാൾ വളരെ 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 മുന്നിലാണ്. പുരുഷന്മാർ ഓഹരി വിപണിയിലോ ബിസിനസ്സിലോ പണമിടും, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കളയും, അല്ല മിക്കപ്പോഴും കളയും. സ്ത്രീകൾ അങ്ങനെയല്ല. അവർ സുരക്ഷിതമായ സേവിങ്സ് അക്കൗണ്ടുകളിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലുമാണ് പണം പാർക്ക് ചെയ്യുക. കുടുംബശ്രീ പോലുള്ള മൈക്രോ ഫിനാൻസ് ശൃംഖലകൾ വഴി ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആഴ്ചതോറും കൃത്യമായി പണം സമ്പാദിക്കുന്നുണ്ട്. ബാങ്ക് ഡാറ്റയിൽ നോക്കിയാൽ കാണില്ലെങ്കിലും കേരളത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ സമ്പാദ്യം സ്വർണ്ണമാണ്. ബാങ്കുകളുടെ ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോയിൽ സ്ത്രീകളാണ് കൂടുതൽ. അവർ പണയം വയ്ക്കും, സ്വർണം നഷ്ടപ്പെടാതെ കൃത്യമായി എടുപ്പിക്കും. ബാങ്ക് ഡാറ്റ വേറൊന്നുകൂടി പറയുന്നുണ്ട്. കടം കുറവ് സ്ത്രീകൾക്കാണ്. കേരളത്തിലെ ബാങ്കുകൾ നൽകിയിരിക്കുന്ന കടത്തിൻ്റെ കണക്കിൽ 30% പോലും ഇല്ല സ്ത്രീകൾ. ഇനിയുള്ള കാര്യം പറയാം. കേരളത്തിൽ പണിയെടുക്കുന്ന, അതായത് എന്തെങ്കിലും വരുമാനമുള്ള ഓരോ സ്ത്രീയുടെയും കയ്യിൽ ശരാശരി 6 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപവും 8 പവൻ്റെ സ്വർണവും ഏകദേശം 3.5 സെൻറ്റ് ഭൂമിയുടെ അവകാശവുമുണ്ട്. ഈ സ്ത്രീകൾക്ക് നിന്ന നിൽപ്പിലൊന്ന് കറങ്ങി തിരിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ 4 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷായി ഉണ്ടാക്കാം. ഇനി ഇതൊന്നും പോരാഞ്ഞ് കരുതലുള്ളൊരു സർക്കാർ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കെല്ലാം പെൻഷൻ കൊടുക്കുന്ന നാടുമാണ് കേരളം. ഇനി പറയേ, ആണിൻ്റെ കനിവ് അവർക്ക് വേണോ? വേണ്ട. അവർ സാമ്പത്തികമായി സ്വതന്ത്രരാണ്. പണം മൈക്രോ ലെവലിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനൊപ്പം സ്ഥിരം ആദായവും ചേരുമ്പോൾ പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണ് വീടിൻ്റെ കൺസേൺ അല്ലാതായി മാറും. അങ്ങനെയാണ് മലയാളി പെണ്ണുങ്ങൾ ആ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. തെറ്റായ ആളുകളുമായുള്ള വിവാഹം സമം ജീവിതകാലം മുഴുവൻ നഷ്ടം. പോയ പാർക്ക് പോയി, പുര നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങൾക്ക് പോയി. കല്യാണം ഓണം ബമ്പർ എടുക്കും പോലെയല്ല, ലൈഫ് ടൈം കോൺട്രാക്റ്റ് ആണെന്ന് ഇന്നത്തെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളും മലയാളി പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു. കാലങ്ങളായി കേരളത്തിലെ കല്യാണം ബമ്പറെടുപ്പ് തന്നെയായിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു തന്നെ കിട്ടും, അല്ലെങ്കിൽ ആകെ മുങ്ങും. വിവാഹത്തിൽ തോറ്റാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വലിയ പാടാണ്. അത് മാറി തുടങ്ങിയത് 1990-കൾ മുതലായിരുന്നു. 1991 സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ചെന്നൈയും ബാംഗ്ലൂരുവും ഹൈദരാബാദുമെല്ലാം വികസിച്ചു. മലയാളി പെൺകുട്ടികൾ ആദ്യം പഠിക്കാനും പിന്നെ തൊഴിലിനുമായി മെട്രോകളിലേക്ക് ചേക്കേറി. 1992 4844 മലയാളി വിദ്യാർത്ഥികളാണ് ബിടെക് പാസ്സായത്. അതിൽ 1890 പേർ പെൺകുട്ടികളായിരുന്നു. അവരൊക്കെ മാറ്റത്തിന് കൂടെ പിടിച്ചു. 2000 ആണ്ടിന് ശേഷം ഇന്ത്യയുടെ സിലിക്കൺ വാലിയായി ബംഗളൂരു മാറിയതോടെ IT മേഖലയിലേക്ക് പെൺകുട്ടികളുടെ കുത്തൊഴുക്ക് തുടങ്ങി. ആദ്യം 1 ലക്ഷം പെണ്ണുങ്ങളിൽ താഴെ മാത്രമാണ് പോയതെങ്കിലും അവർ കേരളത്തിലെ പെൺകുട്ടികൾക്കിടയിൽ പുതിയൊരു സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ വിത്ത് വിതച്ചു. അന്യനാട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ച് ജോലി ചെയ്യാനും അന്തസ്സോടെ ജീവിക്കാനുമുള്ള ബോധം. മെട്രോകളിലേക്ക് ചേക്കേറിയ പെൺകുട്ടികളിൽ എല്ലാവരും കല്യാണം കഴിക്കാതിരുന്നില്ല. മിക്കവരും വിവാഹിതരായി. ചിലർ
ഏതാണ്ട് 5% താഴെ മാത്രം ലിവിങ് ടുഗദർ എന്ന പുതിയ ട്രെൻഡിന് പുറകെ പോയി. 2010 മുതൽ ആ വാക്ക് കേരളത്തിലും ഓടിത്തുടങ്ങി. ലിവിങ് ടുഗദർ അങ്ങനെയൊരു സമ്പ്രദായം ഉണ്ടെന്നും വികസിത സമൂഹങ്ങളിൽ സാധാരണ സംഭവമാണെന്നുമുള്ള കേട്ടറിവ് പെൺകുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. അപ്പോഴും മലയാളി പെൺകുട്ടികളെല്ലാം പോയി ഉടനെ ലിവിങ് ടുഗദർ ആയില്ല. കല്യാണം കഴിക്കാതിരുന്നാലും ഇനി എന്നെങ്കിലും ഒരാണിൻ്റെ കൂടെ കഴിയണമെന്ന് തോന്നിയാൽ അങ്ങനെയൊരു ഓപ്ഷൻ ഓപ്പൺ ആണ് എന്നത് അവർക്ക് വലിയ ധൈര്യം നൽകി. ഇന്നിപ്പോൾ കേരളത്തിൽ എത്ര ലിവിങ് ടുഗദർ ദമ്പതികളുണ്ട്? ദേശീയ കുടുംബാരോഗ്യ സർവേ അനുസരിച്ചെങ്കിൽ കേരളത്തിൽ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്ന 5.7% ദമ്പതികളുണ്ട്. 100 ദമ്പതികളിൽ 94 ജോഡികൾ വിവാഹം കഴിച്ചും 6 ജോഡികൾ ലിവിങ് ടുഗദറായും ജീവിക്കുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലും കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ കേരളത്തിലെ നഗരങ്ങളിലുമാണ് ഈ ലിവിങ് ടുഗദർ ഡെമോഗ്രാഫിക്സ് പരന്നു കിടക്കുന്നത്. ഇന്നും കേരളം തന്നെയാണ്. 25 വയസ്സായൊരു പെൺകുട്ടി ഞാൻ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലും അവളുടെ സെലിബസി സിൻഡ്രോം സാധിച്ചെടുക്കാൻ വലിയ പാടാണ്. അതായത് 1,00,000 പെൺകുട്ടികൾ കല്യാണമേ വേണ്ടെന്ന് വെച്ചാലും അതിൽ 95,000 പേരെ കൊണ്ടും നമ്മുടെ സമൂഹം എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കും. എന്നാലും 5,000 പേരുണ്ടല്ലോ, അവരാണ് വർഷാവർഷം ഇങ്ങനെ കൂടി വരുന്നത്. ഈ 5,000 പേർ ഒരു സൈലന്റ് റവല്യൂഷനാണ്. അവർ വാർത്തകളിൽ വരില്ല, ഡിബേറ്റുകളിൽ പങ്കെടുക്കില്ല, പക്ഷേ അവരുടെ തീരുമാനങ്ങൾ അടുത്ത തലമുറയുടെ ചിന്താഗതി മാറ്റും. ഇന്ന് വോളണ്ടറി സിംഗിൾനെസ് തിരഞ്ഞെടുത്ത പെൺകുട്ടികൾ ഒരു പുതിയ ലൈഫ് മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ സൗഹൃദങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുന്നു. ചോസൻ ഫാമിലി എന്നൊരു കൺസെപ്റ്റ് വളരുകയാണ്. രക്തബന്ധങ്ങൾക്ക് പുറമെ നമ്മൾ തിരഞ്ഞെടുത്ത ബന്ധങ്ങൾ, വളർത്തിയെടുക്കുന്ന സൗഹൃദങ്ങൾ, ഹോബികളും കരിയറും യാത്രകളുമെല്ലാം പെൺകുട്ടികളുടെ ആ പുതിയ കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഭാഗമായി മാറുന്നു. ഈ സ്വർഗത്തിൽ നിന്ന് അവരെ വിളിച്ചുണർത്തി വിവാഹമെന്ന സ്വപ്നം വിൽക്കാനുള്ള ശേഷി ഇന്ന് കേരള സമൂഹത്തിനുണ്ടോ? എന്ത് കാണിച്ചാണ് അവരെ തിരികെ വിളിക്കേണ്ടത്? എങ്ങനെ പ്രലോഭിപ്പിച്ചാണ് അവരെ കല്യാണം കഴിപ്പിക്കേണ്ടത്? സ്ത്രീധന ദുരന്തങ്ങളോ, കുടുംബത്തിൻ്റെ അന്തഃഛിദ്രങ്ങളോ, ഒരിക്കലും പോസിറ്റീവ് ബാലൻസിൽ ക്ലോസ് ചെയ്യാത്ത ഫാമിലി ബജറ്റുകളോ, എല്ലാത്തിനും പുറമെ ഒരിക്കലും അവസാനിക്കാത്ത മെയിൽ ഷോവനിസത്തിൻ്റെ ഭയാനക രൂപങ്ങളെയോ? ഇതിപ്പോഴും വിവാഹത്തെ എതിർക്കുന്ന ട്രെൻഡിലേക്ക് പൂർണ്ണമായി മാറിയിട്ടില്ല. പകരം വിവാഹത്തെ റീഡിഫൈൻ ചെയ്യുന്നൊരു പ്രക്രിയയാണ്. വിവാഹം വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്ന ലളിതമായ സത്യം സമൂഹം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരു മാങ്ങാത്തുലിയും സംഭവിക്കാനില്ല എന്ന തീർപ്പ്. കുറെ കഴിയുമ്പോൾ അത് കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന പൂർണ്ണമായ ഷിഫ്റ്റിലേക്ക് മാറിയേക്കാം. അതിച്ചിരി കടുപ്പമാവും. ഇനിയൊരു പ്രധാന ചോദ്യമുണ്ട്. ഈ 100 രൂപ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? കല്യാണം വേണ്ടെന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും ലഭ്യമാണോ? സത്യത്തിലല്ല. നഗരങ്ങളിൽ ആരെയും കൂസാതെ ജോലി ചെയ്യുന്ന ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച പെൺകുട്ടികൾക്കാണ് ഈ തിരഞ്ഞെടുപ്പ് കൂടുതൽ സാധ്യമാകുന്നത്. ഗ്രാമങ്ങളിൽ കല്യാണം വേണ്ടെന്ന് വയ്ക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴും മുതുകിലിടി വാങ്ങുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലും വിവാഹം അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ ഗാമോഫോബിക് സാമൂഹിക സ്വാതന്ത്ര്യം ഒരേപോലെ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ലേയർഡ് റിയാലിറ്റിയാണ്. ചിലർക്കതൊരു യാഥാർത്ഥ്യം, ചിലർക്ക് വെറും സ്വപ്നം. ഒരു വർഷം 5,000 മലയാളി പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ പോലും അടുത്ത 20 വർഷത്തിനുള്ളിൽ കേരളം പെണ്ണ് കിട്ടാത്ത നാടാകും. മാത്രമല്ല, ഈ മാതൃകകൾ അനുകരിച്ച് കൂടുതൽ പെൺകുട്ടികൾ ചോസൻ ഫാമിലിയിലേക്കും ലിവിങ് ടുഗദറിലേക്കും ജാപ്പനീസ് സെലിബസി സിൻഡ്രോമിലേക്കും കൊറിയൻ ഡേറ്റിങ്ങിലേക്കും ഒക്കെ പോയാൽ സ്ഥിതി പിന്നെയും വഷളാവും. പെണ്ണുങ്ങൾ ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ആൺകുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അവർ ഇപ്പോഴും പഴയ സമവാക്യത്തിൽ തന്നെ വിശ്വസിക്കുന്നു. ജോലി പ്ലസ് ശമ്പളം = വിവാഹം. പക്ഷേ പെൺകുട്ടികളുടെ സമവാക്യം റെസ്പെക്ട് പ്ലസ് ഇമോഷണൽ സേഫ്റ്റി പ്ലസ് കമ്പാറ്റബിലിറ്റി പ്ലസ് സ്റ്റെബിലിറ്റി = മാരേജ് എന്ന ഫോർമുലയിലേക്ക് മാറിയത് ആൺകുട്ടികളിൽ മിക്കവർക്കും മനസ്സിലായിട്ടുമില്ല. ഈ 2 സമവാക്യങ്ങൾ തമ്മിൽ ക്ലാഷ് ആകുമ്പോഴും കേരളത്തിൽ വിവാഹങ്ങൾ നടക്കാതെ പോകുന്നില്ല. അത് പോസ്റ്റ്പോൺ ചെയ്യപ്പെടുകയാണ്. നാളെ കഴിക്കാം, മറ്റന്നാൾ കഴിക്കാം, അടുത്ത വർഷം കഴിക്കാം, അങ്ങനെ. ഇവിടെ പ്രണയത്തിൻ്റെ കുറവല്ല പ്രശ്നം, വിശ്വാസത്തിൻ്റെ അഭാവമാണ്. ഇനി ഗാമോഫോബിയ ശരിക്കും ഭയമാണോ, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ബുദ്ധിപരമായ തീരുമാനമാണോ എന്ന് നോക്കാം. ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അഴിഞ്ഞാട്ടം, അങ്ങനെ ഒരു പേരാണ് മലയാളം അതിന് നൽകിയിരിക്കുന്നത്. ജാഗ്രതയോടെ സൂക്ഷിച്ച് സ്വന്തം ആഗ്രഹങ്ങൾക്കും പ്രിഫറൻസുകൾക്കും അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പ് എന്നാണ് പുതിയ തലമുറ അതിന് കൊടുക്കുന്ന ഡെഫിനിഷൻ. ഒരു ട്രക്കിങ്ങിന് പോകുമ്പോൾ 1 മണിക്കൂർ മുമ്പ് മാത്രം പരിചയപ്പെട്ട ഒരാളുമായി അവർക്കത് സാധ്യമാണ്. എന്നും കാണുന്ന സഹപ്രവർത്തകനുമായി സാധ്യമാണ്. പണം നൽകിയും വാങ്ങിയും സാധ്യമാണ്. സുരക്ഷയില്ലാതെയും ഉണ്ടായാലും സാധ്യമാണ്. അന്വേഷിച്ച് കണ്ടെത്തുന്നതും തന്നെ അന്വേഷിക്കുന്നവരെ കണ്ടെത്തുന്നതും സാധ്യമാണ്. അവളെ അല്ലെങ്കിൽ അവനെ പിറകിൽ നിന്ന് പിടിച്ചു വലിക്കാൻ ഒരു സദാചാര ശാസ്ത്രത്തിൻ്റെയും വരട്ടുവാദങ്ങളില്ല. അതിൽ തന്നെ പെൺകുട്ടികൾക്ക് ആഴത്തിലുള്ള പ്രിഫറൻസുകളുണ്ട്. ഇൻ്റർനെറ്റ് ഇന്ന് സ്ത്രീ ലൈംഗികതയുടെ വലിയ സോഴ്സാണ്. മാറിയ ഭക്ഷണ രീതികളും ജീവിതശൈലിയും ലിബിഡോ വർദ്ധിപ്പിക്കുന്നതുമാണ്. മലയാളം ഡേറ്റിംഗ് സൈറ്റുകളിലെ ഡാറ്റ മാത്രം ഞാൻ കേസ് സ്റ്റഡിക്കായി എടുക്കുന്നു. എവിടെയാണ് ഡേറ്റിംഗ് ആപ്പുകൾ പ്ലേസ് ചെയ്യപ്പെടുന്നത്? ഈ കല്യാണം കഴിയാത്ത പെൺകുട്ടികളുടെ കാര്യത്തിൽ സമൂഹത്തിന് ഒരു പ്രത്യേക ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. അവരെപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അപ്പോൾ ഈ പെൺകുട്ടികൾ ബന്ധങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ ഉത്തരങ്ങളിൽ ഒന്നാണ് ഡേറ്റിംഗ് ആപ്പുകൾ.
10 വർഷം മുമ്പ് കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ കൗതുകത്തിന് മാത്രം സൃഷ്ടിക്കപ്പെട്ടിരുന്ന ഡേറ്റിംഗ് ആപ്പുകളിലെ പെൺ പ്രൊഫൈലുകൾ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നവരിൽ 10 പേരിൽ 8 പേർ പുരുഷന്മാരാണ്. കേരളത്തിലും ഇത് ട്രെൻഡ് ഉണ്ട്. പെൺകുട്ടികൾ ഉണ്ടെങ്കിലും അവർ ഒരു മൈനോറിറ്റിയാണ്. എന്നാലും ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യമുണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിലും ഈ പെണ്ണുങ്ങൾ വളരെ സെലക്റ്റീവാണ്. അവർ ഡേറ്റിംഗ് ആപ്പിൽ സ്വൈപ്പ് ചെയ്യുന്നത് അത്രയും ജാഗ്രതയോടെയാണ്. ആണിനൊരു മാച്ച് കിട്ടിയാൽ മാത്രം മതി. കല്യാണം കഴിച്ചില്ലെങ്കിലും ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള പെൺകുട്ടികൾ ആദ്യം സുരക്ഷ നോക്കും. സേഫ് ആണോ, ഡീസൻ്റ് ആണോ, റെസ്പെക്റ്റ് ഉണ്ടോ? ഇതാണ് വലിയ വ്യത്യാസം. ഇനി പ്രധാന ചോദ്യത്തിലേക്ക് വരാം. കല്യാണം വേണ്ടെന്ന് വെക്കുന്ന പെൺകുട്ടികൾ ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നത് ലൈംഗികതയ്ക്കായിട്ടാണോ? പറയാം. ബംബിൾ ആപ്പിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ പറയുന്നു: ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്ന 100 പെൺകുട്ടികളിൽ 45 പേർ അത് കമ്പാനിയൻഷിപ്പ് ലഭിക്കാൻ മാത്രം ഉദ്ദേശിച്ചാണ് സ്വൈപ്പ് ചെയ്യുന്നത്. അവർ വളരെ ചൂസി ആയിരിക്കും. 22 പെൺകുട്ടികൾ ഇമോഷണൽ കണക്ഷന് വേണ്ടി ആപ്പിൽ സമയം കളയും. കിട്ടുമെന്തോ. 13% പെൺകുട്ടികൾ ടൈം പാസിനായി ക്യൂരിയോസിറ്റി കൊണ്ട് ലോഗിൻ ചെയ്യും. 7 പേർ ലോങ് ടൈം റിലേഷൻഷിപ്പ് പോസിബിലിറ്റി അന്വേഷിക്കും. 100-ൽ 4 പേരാണ് കാഷ്വൽ ഇൻറ്റിമസി അന്വേഷിക്കുന്നത്. 100-ൽ 1.5 സ്ത്രീകൾ പണത്തിനായി നല്ല കമ്പനി തരും. അവർക്ക് നല്ല തിരക്കാണ്. കല്യാണം കഴിക്കാത്ത വലിയൊരു ഫീമെയിൽ ഡെമോഗ്രഫി നോക്കി വെള്ളമിറക്കി സ്വൈപ്പ് ചെയ്യുന്ന ആണുങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിരാശ തോന്നാം. പക്ഷേ യാഥാർത്ഥ്യമാണ്. ഇതിനൊരു ഫ്ലിപ്പ് സൈഡ് കൂടിയുണ്ട് കേട്ടോ. ഡേറ്റിംഗ് ആപ്പുകൾ മലയാളി പെൺകുട്ടികൾക്ക് പുതിയ പവർ ഡൈനാമിക് നൽകിയിട്ടുണ്ട്. മുമ്പ് ബന്ധങ്ങൾ കൂടുതലും കുടുംബം, നാട്ടുകാർ, പരിചയം എന്നിവ വഴിയാണ് വന്നിരുന്നത്. ഇപ്പോൾ അവർക്ക് ലോകം മുഴുവൻ ഓപ്ഷനുകളാണ്. സ്വീഡനിലേക്ക് ചാറ്റ് ചെയ്ത് കയറിപ്പോയ പെൺകുട്ടിയെ എനിക്കറിയാം. ഡേറ്റിംഗ് ആപ്പിലൂടെ മാത്രം മാസം 5 ലക്ഷം വരെ സമ്പാദിക്കുന്നവരുണ്ട്. കേരളത്തിൽ പുതിയ ചില ഷോ ഇൻഡസ്ട്രികളും വളരുന്നുണ്ട്. ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയാം. അതൊന്നും കേരളത്തിലൊരു വിഷയമേ അല്ലാതായി കഴിഞ്ഞു. എന്തും പ്രദർശിപ്പിക്കാം, പണം നേടാം. അവിടെ വിവാഹം എന്ന വ്യവസ്ഥ ആദ്യ പുരാതന കാലത്തോളം വഴി ഒരു സങ്കല്പമായി മാറിക്കഴിഞ്ഞു. ഗ്ലീഡൻ പോലുള്ള എക്സ്ട്രാ മാരിറ്റൽ ഡേറ്റിംഗ് ആപ്പുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്ത്രീകളുടെ എണ്ണം 148% വർദ്ധിച്ചിട്ടുണ്ട്. ബംബിളിൻ്റെ റിപ്പോർട്ട് പ്രകാരം മലയാളി സ്ത്രീകൾ തങ്ങളുടെ പ്രൊഫൈലിൽ നോട്ട് ലുക്കിംഗ് ഫോർ മാരേജ് എന്ന് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 40% കൂടിയിട്ടുണ്ട്. കേരളത്തിലെ IT പ്രൊഫഷണലുകൾക്കിടയിൽ വീക്കെൻഡ് ഡേറ്റിംഗ് സാധാരണയായി കഴിഞ്ഞു. ഇനി നമ്മുടെ വിഷയവുമായി ഇതിനെ കണക്ട് ചെയ്താൽ ഡേറ്റിംഗ് ആപ്പുകൾ കേരളത്തിൻ്റെ വിവാഹ സംസ്കാരത്തെ തകർക്കുന്നുണ്ടോ? കാര്യമായി ഇല്ല. അത് വിവാഹത്തെ ചലഞ്ച് ചെയ്യുകയാണ്. അത് ചോദിക്കുന്നത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്: നിനക്ക് വേണ്ടത് കമ്പാനിയൻഷിപ്പാണോ, സോഷ്യൽ അപ്രൂവലാണോ? പറഞ്ഞു വന്നത് ഡേറ്റിംഗ് ആപ്പുകളിൽ മാത്രമല്ല, അവരുടെ കൺസെൻറ്റ് എല്ലായിടത്തും വൈൽഡ് ആൻഡ് ഓപ്പൺ ആണ്. കല്യാണം തൽക്കാലത്തേക്ക് അവരുടെ പരിഗണനയിൽ ഇല്ലെങ്കിലും അവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് മാരകമായ സൂക്ഷ്മതയുണ്ടാകും. ഒരു പങ്കാളിയെ ദീർഘകാലം നിലനിർത്താനും അവർ ശ്രമിക്കും. ഡിസ്പോസിബിൾ സെക്സ് മലയാളി പെൺകുട്ടികൾ പഠിച്ചിട്ടില്ല. എത്രയായാലും അവരുടെ ജനിതകം മാറുന്നില്ലല്ലോ. വയസ്സുകാലത്ത് ഇത്തിരി വെള്ളം അനത്തി തരാൻ ഒരാൾ വേണ്ടേ? കേരളത്തിലെ ഒട്ടുമിക്ക വിവാഹങ്ങളും ഈ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. പറ്റിയ ആളിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളും മംഗല്യവും തുടർ ജീവിതവും എല്ലാം ഈ ചോദ്യത്തെ പിൻപറ്റുന്നു. ശരിയാണ്. ഓൾഡ് ഏജ് സെക്യൂരിറ്റി ചോദ്യചിഹ്നമായ നാട്ടിൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. 3 മാസം മുമ്പ് കൊച്ചി കാക്കനാടുള്ള സൺറൈസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ന്യൂറോ ICUവിൽ എൻ്റെ ഒരു ബന്ധുവിനെ പ്രവേശിപ്പിച്ചു. കൂട്ടിരിക്കാൻ മിക്ക സമയത്തും ഞാനും ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ കുറേ ചെറുപ്പക്കാരെ കണ്ടു. അവരുടെ ഒരു സുഹൃത്താണ് ന്യൂറോ ICUവിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. റോഡിൽ വീണ് തലയ്ക്ക് പരിക്കേറ്റതാണ്. ആ ആഴ്ച മുഴുവൻ ഈ സുഹൃത്തുക്കളാണ് ICUവിന് പുറത്ത് ഊഴമിട്ട് കാവൽ നിന്നത്. അത്ര സമയവും പരിക്കേറ്റയാളുടെ ഒരു ബന്ധുവിനെ പോലും ഞാൻ അവിടെയെങ്ങും കണ്ടില്ല. പരിക്കേറ്റ 35 വയസ്സുള്ള യുവാവ് വിവാഹം കഴിച്ചിട്ടുമില്ല. നോർത്ത് മലബാറിൽ എവിടെയാണ് അയാളുടെ വീട്. സുഖമായ ICUവിൽ നിന്ന് പുറത്തിറങ്ങും വരെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ചോസൻ ഫാമിലിയുടെ ശക്തി കണ്ടു. പരിക്കേറ്റയാൾ സൃഷ്ടിച്ച ഒരു കോർ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ. അതിൽ ആണും പെണ്ണും എല്ലാം ഉണ്ട്. അവർ പരസ്പരം താങ്ങാവുന്നു. കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റൽ പോലെ ഒരു ആശുപത്രി അഫോർഡ് ചെയ്യാവുന്ന വിധത്തിൽ ആ യുവാവിന് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് മാറ്റങ്ങൾ. കല്യാണം കഴിച്ചില്ലെങ്കിൽ തൻ്റെ വാർദ്ധക്യകാലത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പെൺകുട്ടികളും ഇപ്പോഴേ കരുതി വയ്ക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ സാരം. അതാണ് ചോസൻ ഫാമിലി. എന്താവശ്യത്തിനും ഓടി വരാൻ ഏറ്റവും അടുത്ത 10 പേർ, അത് മതി. ഒന്ന് ചോദിക്കട്ടെ, വിവാഹം കഴിച്ച മക്കളും പേരക്കുട്ടികളും എല്ലാം ഉണ്ടായാലും അവർ നിങ്ങളെ അവസാന കാലത്ത് നോക്കുമെന്ന് എന്താ ഉറപ്പ്? കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരുടെ വിദേശ കുടിയേറ്റത്തിൻ്റെ നിരക്കുകൾ പറഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോഴും വാർദ്ധക്യം ഒറ്റയ്ക്കാണ്, കെട്ടിയാലും ഇല്ലെങ്കിലും. കല്യാണം വേണ്ടെന്ന് വെച്ചാൽ ഓൾഡ് ഏജ് സെക്യൂരിറ്റിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തന്നെയാണ്. പണ്ടൊക്കെ കേരളത്തിൽ ആളുണ്ടെങ്കിൽ എല്ലാം നടക്കൂ. ഇന്ന് റിസോഴ്സ് മതി, എല്ലാം വീട്ടിലെത്തും. അതുകൊണ്ട് തന്നെ മിടുക്കികളായ പെൺകുട്ടികൾ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ 30% വരെ ഭാവിയിലേക്ക് കരുതി വയ്ക്കുന്നു. സേവിങ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഗോൾഡ്, ഇൻഷുറൻസ്, പെൻഷൻ പ്ലാൻസ്, അങ്ങനെയെല്ലാം. ഇവ അവരുടെ ഫ്യൂച്ചർ കെയർ ഗിവറാണ്. ഫോർട്ട് കൊച്ചിയിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ഗ്രൂപ്പുണ്ട്. സിംഗിൾ വുമൻ ഗ്രൂപ്പ്സ് കോ ലിവിംഗ് അറേഞ്ച്മെൻ്റ് എന്നാണ് പേര്. 40-ന് മുകളിൽ പ്രായമുള്ള വിവാഹിതരല്ലാത്ത വിധവകളായ ഡൈവോഴ്സ്ഡായ സ്ത്രീകൾ ഒരുമിച്ച് വീടെടുക്കുന്നു, എക്സ്പെൻസസ് ഷെയർ ചെയ്യുന്നു, കമ്പാനിയൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് ഫ്യൂച്ചർ ഏജിംഗ് മോഡലായി മാറാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്.
എന്തുണ്ടെന്ന് പറഞ്ഞാലും ഇമോഷണൽ ലോൺലിനെസ് ഒരു പ്രശ്നം തന്നെയാണ്. അത് നേരിടാനും ഈ പെണ്ണുങ്ങൾക്ക് അവരുടേതായ മാർഗ്ഗങ്ങളുണ്ട്. നിരന്തരമായ യാത്രകൾ പോലുള്ള ചില സമാശ്വസിപ്പിക്കലുകൾ. കേരളത്തിൽ നിന്ന് തനിച്ച് അന്താരാഷ്ട്ര ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ 140% വർധനയാണ് കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം ഉണ്ടായത്. വിദേശത്തേക്ക് മാത്രമല്ല, ഇന്ത്യൻ ഡെസ്റ്റിനേഷനുകളിലേക്കും പെണ്ണുങ്ങൾ ധാരാളമായി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. ഇതോടൊപ്പം സ്ത്രീകൾ മാത്രമുള്ള ട്രാവൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും അവർ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒറ്റയ്ക്കായി പോകാതിരിക്കാൻ ജോലി ഉപേക്ഷിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട സംരംഭങ്ങൾ തുടങ്ങിയ സ്ത്രീകളുണ്ട്. ഓൾഡ് ഏജ് ഹോമുകൾ തുടങ്ങിയവരുണ്ട്. ഹോം സ്റ്റേകളും ലേഡീസ് ഹോസ്റ്റലുകൾ നടത്തുന്നവരുണ്ട്. അവർക്കൊരിക്കലും വിവാഹമെന്ന നഷ്ടക്കച്ചവടത്തിൽ ഏർപ്പെടാതിരുന്നത് നഷ്ടമായി തോന്നിയിട്ടില്ല. ഒരു സ്ത്രീ സമ്പൂർണ്ണയാകുന്നത് മാതൃത്വത്തിലാണെന്നൊക്കെ പറയുന്നത് കേട്ടാണ് എൻ്റെയൊക്കെ തലമുറ വളർന്നത്. അപ്പോൾ കെട്ടാതെ നടക്കുന്ന സ്ത്രീകൾക്കൊന്നും ഇത് വേണ്ടേ എന്ന ചോദ്യവും അവർ കേൾക്കേണ്ടി വരുമല്ലോ. ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് നിയമപരമായി കുട്ടികളെ ദത്തെടുക്കാൻ അനുവാദമുണ്ട്. വിവാഹിതരാകാത്തവർക്കും വിവാഹമോചിതർക്കും വിധവകൾക്കും അതിന് അവകാശമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കാര സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സസ് അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും പ്രകാരമാണ് ദത്തെടുക്കൽ നടപടികൾ ആരംഭിക്കുക. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീക്ക് ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ദത്തെടുക്കാം. എന്നാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷന്മാർക്ക് പെൺകുട്ടികളെ ദത്തെടുക്കാൻ അനുവാദമില്ല. ദത്തെടുക്കുന്ന വ്യക്തിക്ക് കുറഞ്ഞത് 25 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. കുട്ടിയും ദത്തെടുക്കുന്ന അമ്മയും തമ്മിൽ കുറഞ്ഞത് 25 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കണം. ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് അമ്മയുടെ പരമാവധി പ്രായത്തിനും പരിധിയുണ്ട്. ഉദാഹരണത്തിന് 4 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ദത്തെടുക്കാൻ അമ്മയ്ക്ക് 45 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടാകാൻ പാടില്ല. സാമ്പത്തിക ഭദ്രത, ആരോഗ്യം, ക്രിമിനൽ പശ്ചാത്തലം ഇതെല്ലാം പരിശോധിച്ചായിരിക്കും ഇതിന് അനുമതി നൽകുക. കേരളത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിലുള്ള ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ വഴി ഇതിനാവശ്യമായ കൂടുതൽ വിവരങ്ങളും നിയമസഹായങ്ങളും കിട്ടും. ചുരുക്കത്തിൽ നിയമപരമായി യാതൊരു തടസ്സവും ഇല്ലെന്ന് മാത്രമല്ല, അർഹരായ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിനെ നിയമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആകെ കല്യാണം വേണ്ടെന്ന് വെക്കാവുന്ന ഒരു അന്തരീക്ഷം അല്ലേ? ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. കോട്ടപ്പള്ളി പറഞ്ഞതൊക്കെ ശരി. പക്ഷേ ഈ കാലത്ത് പെണ്ണുങ്ങളെ അതിലേക്ക് ആകർഷിക്കാൻ പോകുന്ന എന്തെങ്കിലും സ്പെഷ്യലായി ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ? ആണ് ഒരു സങ്കീർണ ജീവിയാണ്. അതിനേക്കാൾ ഇരട്ടി സങ്കീർണമാണ് പെണ്ണ്. കേരളത്തിൽ ഒരു ദിവസം ശരാശരി 75 വിവാഹമോചന കേസുകളിൽ വിധി പറയുന്നുവെന്നാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ കണക്ക്. എങ്ങനെയാണ് പെണ്ണുങ്ങൾ വിശ്വസിച്ച് ഈ ലോട്ടറി എടുക്കുക? പെണ്ണുങ്ങൾക്ക് എല്ലാം റിസ്ക്കാണ്. താരതമ്യേന റിസ്ക് കുറവുള്ളത് തിരഞ്ഞെടുക്കുക, അത് മാത്രമാണ് വഴി. വിവാഹം കഴിയാത്ത സ്ത്രീകൾ ഒരു സമൂഹ പ്രശ്നമായി അധികം വൈകാതെ നമ്മുടെ മുന്നിലുണ്ടാകും. പക്ഷേ അവർക്ക് നമ്മുടെ പരിഗണനകളൊന്നും ആവശ്യമില്ല. കുറച്ച് സ്വസ്ഥത കൊടുത്താൽ മാത്രം മതി.